വിശദാംശങ്ങളിലേക്ക്. അയോധ്യയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി. അയോധ്യയിൽ നടന്ന റോഡ് ഷോയ്ക്ക് ശേഷം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും അയോധ്യയിലെ പുതുക്കിപ്പണിത അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. അയോധ്യ റെയിൽവേ സ്റ്റേഷൻ, രാജ്യത്തെ ആദ്യത്തെ അമൃത് ഭാരത് ട്രെയിനുകൾ, 6 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ, അയോധ്യ ക്ഷേത്രത്തിലേക്ക് നവീകരിച്ച റോഡുകൾ, അയോധ്യ ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. അതുല്യ വിവരങ്ങളുമായി ചേരുന്നു. അതുല്യ, ഒട്ടേറെ കോടികളുടെ പദ്ധതിക്കാണ് ഇപ്പോൾ അയോധ്യയിൽ തുടക്കമിട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി എന്തൊക്കെ വികസന പദ്ധതികളാണ് പുതുതായി അയോധ്യയിലേക്ക് എത്തുന്നത്? എന്തൊക്കെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ? 15,700 കോടിയുടെ വികസന പദ്ധതികളാണ് അയോധ്യയ്ക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൽ 46 പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവുമാണ് ഇന്ന് പ്രധാനമന്ത്രി നിർവഹിച്ചത്. അതിൽ തന്നെ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും അടക്കം, നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും അടക്കം നിരവധി പദ്ധതികൾ ഇപ്പോൾ തന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന് പുറമെ അയോധ്യയെ ഒരു ടൗൺഷിപ്പാക്കി മാറ്റുക, അയോധ്യയിലെ നവീകരിച്ച ടൗൺഷിപ്പ്, ഇത്തരത്തിൽ ഒരു ഉത്തരാധുനിക അയോധ്യയെ ഇന്ത്യയുടെ തന്നെ മുഖമാക്കി മാറ്റുക എന്നതാണ് ഈ 15,700 കോടിയുടെ പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ജനുവരി 22-ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുക അയോധ്യയിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങളുടെ ആണിക്കല്ല് എന്ന നിലയിൽ അയോധ്യയെ മാറ്റിയെടുക്കുക എന്നതാണ് ഇപ്പോൾ അദ്ദേഹം ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഈ ജനുവരി 22-ന് നടക്കുന്ന രാമപ്രതിഷ്ഠാ ചടങ്ങിൽ രാജ്യത്തുള്ള ജനങ്ങളോടെല്ലാം പങ്കെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം അയോധ്യയിൽ ഈ രാമപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് വീടുകളിൽ രാമജ്യോതി തെളിയിച്ചുകൊണ്ട് ചടങ്ങിൽ പങ്കുകൊള്ളണമെന്നാണ് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. അതോടൊപ്പം തന്നെ നിരവധി വിവാദങ്ങളും ഏറെ സംവാദങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയത്തെ ഇത്തരത്തിൽ അയോധ്യയെ തന്നെ ഇന്ത്യയുടെ വികസനങ്ങളുടെ മറുപതിപ്പാക്കി മാറ്റിക്കൊണ്ടുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യയുടെ വികസനം എന്നത് പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നും അത്തരത്തിൽ അയോധ്യയിൽ നിന്നാണ് ഇതിനുള്ള ഊർജം ലഭിക്കാൻ പോകുന്നത്. ഇന്ത്യ ഒരു വികസ്വര രാജ്യം എന്നതിൽ നിന്ന് വികസിത രാജ്യമായി ഇന്ത്യ മാറുന്നതിനുള്ള ഊർജം അയോധ്യയിൽ നിന്നാണ് ലഭിക്കുക എന്നുകൂടി അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഇത്തരത്തിൽ മഹർഷി വാൽമീകി എന്ന പേരിട്ടുകൊണ്ടുള്ള ഒരു വിമാനത്താവളവും അയോധ്യധാം റെയിൽവേ സ്റ്റേഷനും അടക്കം ഒരു രാഷ്ട്രീയപരമായ ഒരു തന്തുകൂടി ഇപ്പോൾ ഈ അയോധ്യ രാമപ്രതിഷ്ഠ ചടങ്ങിലേക്ക് കൊണ്ടുവരികയാണ്. അതിന് പുറമെ ഇന്ന് 15ഓളം കിലോമീറ്റർ നീളം വരുന്ന ഒരു റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുകയുണ്ടായി. വന്ദേ ഭാരത്, നമോ ഭാരത് എന്നീ ട്രെയിനുകൾക്ക് പുറമെ പുതിയൊരു ശ്രേണിയുള്ള അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇത്തരത്തിൽ സമഗ്രമായ വികസന പദ്ധതികളാണ് അയോധ്യയ്ക്കായി ഇദ്ദേഹം വിഭാവനം ചെയ്തിട്ടുണ്ട് എന്നിന്ന് പറഞ്ഞിട്ടുള്ളത്. ഫിജി. ശരി അതുല്യ.